ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: ബ്രോ, നമ്മുടെ ഗ്രീൻ കോ തട്ടിപ്പ് കേസിൽ പ്രതാപൻ ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഈ ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞ് ജയിൽ ശിക്ഷ ഒഴിവാക്കിയതുപോലെ ഹൈറിച്ചിൻ്റെ കേസിൽ ജയിലിൽ കിടക്കാതെ പ്രതാപന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നാണ് ഒരാൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചത്. എന്നാൽ പ്രതാപൻ ജയിലിൽ കിടക്കാതെ പുറത്തിറങ്ങിയത് വെറും ചീറ്റിംഗ് കേസിലായിരുന്നു. ഫർണിച്ചർ നൽകാമെന്ന് പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി, പിന്നെ ഫർണിച്ചറും ഇല്ല, പൈസയും ഇല്ല എന്നുള്ള കാര്യത്തിലായിരുന്നു പ്രതാപനെതിരെ കേസുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞ് ആ കേസിൽ നിന്ന് ജയിൽ ശിക്ഷ ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രതാപൻ കുടുങ്ങിയിരിക്കുന്നത് ബഡ്സ് കേസിലാണ്. ബഡ്സ് കേസ് എന്ന് പറയുന്നത് ജയിൽ ശിക്ഷയും പിഴശിക്ഷയും ഇല്ല വകുപ്പുകളാണ് ബഡ്സ് ആക്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ പണം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നിയമത്തിൻ്റെ ലംഘനം നടന്നു എന്നതുകൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കാതെ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല എന്നുള്ളതാണ്. എന്തായാലും 10 വർഷം വരെയാണ് ജയിൽ ശിക്ഷ ഓരോ കേസിലും അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇനി ഈ കേസുകളെല്ലാം തന്നെ ഒരു കേസായി പരിഗണിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് അത് 10 വർഷം ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ ഓരോ ജില്ലയിലും ഉള്ള കേസുകൾ സെപ്പറേറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ഓരോ കേസിലും നമുക്കറിയാം, ഇപ്പോൾ ഓരോ കേസിലും ഓരോ ജില്ലയിലും ഫോർമൽ അറസ്റ്റിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ. കഴിഞ്ഞ ദിവസം 6 കേസുകളിൽ പാലക്കാട് നിന്ന് ജാമ്യം നിഷേധിക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ 2 കേസുകളിൽ തളിപ്പറമ്പിലെ പോലീസ് സ്റ്റേഷനിലെ 2 കേസിൽ ഫോർമൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാസമോ അതിൻ്റെ അപ്പുറത്തെ മാസമോ EDയുടെ ജാമ്യം ലഭിച്ചാൽ തന്നെ ഈ കേസുകളിൽ അറസ്റ്റിലാവും, അന്ന് തന്നെ അറസ്റ്റിലാവും എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇത്തരം കേസുകളിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ എല്ലാം തന്നെ ജാമ്യം എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന് സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം 1-2 മാസത്തിനിടയ്ക്ക് പൂർത്തിയാവും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. നിരവധി ആൾക്കാർ, ലീഡർമാരും നിക്ഷേപകരുമായിട്ടുള്ള നിരവധി ആൾക്കാർ ഇതിനോടകം തന്നെ കമ്പനിയുടെ എല്ലാ തട്ടിപ്പുകളും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനത്തോടു കൂടി ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത മാസം ജനുവരിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കേസിലും പ്രതാപന് ജാമ്യത്തിന് ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ്. ഇനിയിപ്പോൾ കൊല്ലത്തുള്ള കേസുകളിൽ, ആലപ്പുഴയുള്ള കേസുകളിൽ, തിരുവനന്തപുരത്തുള്ള കേസുകളിൽ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ഥിതിയുണ്ട്. കാസർഗോഡുള്ള കേസുകൾ, കാസർഗോഡ് ഇപ്പോൾ തന്നെ 6 കേസുകളിൽ ഈ മാസം 6 കേസുകൾ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ 2 കേസുകൾ നാളെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പ്രതാപൻ്റെ കാര്യം ഇനി പ്രതാപിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തിറങ്ങി കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം പാവപ്പെട്ട ജനങ്ങളെയാണ് ദുരിതത്തിലേക്ക് ഇദ്ദേഹം തള്ളിവിട്ടിരുന്നത്. ഒരു നിയമപരമായിട്ടുള്ള ഒരു രേഖയുമില്ലാതെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത്
അവരോട് ആൾക്കാരെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ലുഡോ കളിക്കുകയായിരുന്നു മിസ്റ്റർ പ്രതാപൻ. ബൈ.